നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ഫ്രെയിംസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്രയിലാണ്. ഒന്ന് തണ്ണീർമുക്കം ബണ്ട് വഴി കുമരകത്തേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. അത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ജലസേന വകുപ്പ് തണ്ണീർമുക്കം ബണ്ട് റെഗുലർ കം ബ്രിഡ്ജാണ്. അടിപൊളി കേട്ടോ. ഇത് നമ്മളുടെ റിസോർട്ടാണ് കേട്ടോ. കുമരകം ലേക്ക് റിസോർട്ട് എന്നാണ് കണ്ടത്. കുമരകം ലേക്ക് റിസോർട്ട് നോക്കട്ടെ. KTDC DFC മൈ മിസ്റ്റേക്ക്. KTDC കുമരകം ഗേറ്റ് റിസോർട്ടാണ് കേട്ടോ. സംഭവം പൊളി റിസോർട്ടാണ്. കയറി വരുമ്പം തന്നെ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ, അതായത് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ റിസോർട്ടുള്ളത് കേട്ടോ. സംഭവം പൊളിയാണ്. ഇല്ല, അവിടെ ഒരാൾ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതല്ലേ നമ്മുടെ ഷട്ടറുള്ള ബണ്ട്, തണ്ണീർമുക്കം ബണ്ട്. വളരെ പഴക്കം ചെന്ന. ഇത് എത്ര കൊല്ലത്തെ പഴക്കം കാണും? പുതിയത് പണിതാണ്. ഇത് പുതിയത് പണിതാണ് കേട്ടോ നമ്മളുടെ ഈ തണ്ണീർമുക്കം. നമ്മൾ ഈ വൈക്കൻകാലിൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഈ സംഭവമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് എടുത്ത്. ആണ് ഇപ്പോൾ ക്യാമറയുടെ ഉള്ളിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ ആ വണ്ടികളൊക്കെ പോകുന്നത് വളരെ ചെറിയ ടോയ് ആയിട്ടാണ് തോന്നുന്നത്. സംഭവം പൊളിയാണ്. തൊട്ടടുത്ത് അപ്പുറത്ത് കാണുന്നതൊക്കെ റിസോർട്ടാണ് തോന്നുന്നു കേട്ടോ. ഏതാ റിസോർട്ടാണെന്ന് അറിയില്ല. സംഭവം അടിപൊളി ദൃശ്യമാണിത്, ഒന്നും പറയാനില്ല. ഇത് നമ്മളുടെ മാന്നാനം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കൊന്ന് ഇറങ്ങി കണ്ടു നോക്കാം. വണ്ടിക്ക് പോകാൻ പറ്റുമോ? അതെ, ഇതിൽ ഇറങ്ങാനുള്ള ചെറിയൊരു വഴിയുണ്ട്. കപ്പ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കപ്പയുടെ തൈയൊക്കെ നട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട. പക്ഷെ എൻ്റെ അമ്മ, ഞങ്ങൾ ഈ എറണാകുളം ആളുകൾക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇത്രയേറെ എന്തായി പറയാതിനെ കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. എറണാകുളത്തൊന്നും ഇല്ല കേട്ടോ. എറണാകുളം കല്ലൂരൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ള കാര്യം പറയാമല്ലോ. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ആലപ്പുഴ, ചേർത്തല ഈ റൂട്ടുകളിൽ മാത്രം കാണുന്നൊരു എന്തായാലും അടിപൊളി ലുക്കാണ്. ഇവിടുത്തെ ആളുകൾക്ക് എത്ര എഫേർട്ട് എടുത്ത് കൃഷിക്ക് വേണ്ടി പാടം ഇത്രയും സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഏതായാലും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇനി വരുന്ന ആളുകൾക്ക്, അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എനിക്ക് തോന്നണം കേട്ടോ. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് എത്തില്ല, അത്രയും ദൂരം കൃഷി ചെയ്യുന്നുണ്ട് ആളുകൾ. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കൊക്കുകളൊക്കെ വന്നിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ദൂരമാണ്. ഒന്ന് പയ്യതിൽ നടന്നു നോക്കാം. എന്തായാലും ആളുകൾ കൃഷി ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, സന്തോഷം. അതുണ്ടതേ അപ്പോൾ അടുത്തുകൂടി പോകാനുള്ള, വെള്ളം കയറി പോകാനുള്ള ചെറിയൊരു ചാലുമുണ്ട്. നമുക്ക് ആ സൈഡിലും കൂടി ഒന്ന് പോയിട്ട് വരാം. ഹായ്, വരൂ. അടിപൊളി കാഴ്ചയും. നമുക്ക് പനമ്പുകാട് പോലും കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. പനമ്പുകാടൊക്കെ പണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അപ്പനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. കാരണം സ്വല്പം വഴുക്കലൊക്കെ ഉണ്ട്, അപ്പോൾ സൂക്ഷിച്ച് പോവുക. ചിറയാണ്, നല്ല നാടൻ ചിറ. ഈ ചെറുപ്പുറത്ത് കൂടിയൊക്കെ നടന്നിട്ട് എത്ര കാലമായി കാണും മിസ്റ്റർ റസിൻ ബാബു? അല്ല, എത്ര കാലം മുമ്പ് നടന്നു കാണും? 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആ പുള്ളി നടന്നേക്കുന്നത്.
കാരണം ഞങ്ങൾക്കും ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓ കർഷകനാടി പോണ കേട്ടാ. എൻ്റെ അമ്മ ഇതുവരെ കർഷകനായിട്ട് പോലും എനിക്ക് തോന്നല്ല. താങ്കൾ ചെളി ഇറങ്ങിയിട്ടുണ്ട്, സത്യം പറ. ഇത് പറഞ്ഞിട്ടില്ലേ കർഷകനാണ് പോലെ കർഷകൻ. ചോര ചിന്നി ചീന്തുമ്പോഴേക്കും വായ. ആ മാസ്ക് കൂടെ മാറ്റി നമ്മുടെ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. ഈ ആളുകളൊക്കെ ഒന്ന് കാണട്ടെ. ചിന്നിച്ചിതറി കയ്യിൽ നിന്ന് ചോര ചിന്നിച്ചിതറി പൊങ്ങി വരണത്. തിരുങ്കൂടെ ഒന്ന് അപ്പായി കഴിഞ്ഞാല് ഞാറ് നട്ടേക്കണം. അല്ലല്ല ഞാറല്ലേ? ഇത് ഞാറാണ്. വിത്ത് വിതച്ചിരിക്കും. ഞാറ് നട്ടിട്ടില്ല. അത് കണ്ടില്ല, വിത്ത് വിതച്ചിരിക്കും. ഈ കാണുന്ന മൊത്തം വിത്ത് വിതച്ചേക്കണം. എത്ര നാളത്തെ കഷ്ടപ്പെടാം. ദൈവമേ എല്ലാവരെയും നന്നായിട്ട് സഹായിച്ചേക്കണേ. നമുക്ക് ഈ ഇപ്പുറത്തെ ചെറിയലോട്ടും കൂടി ഒന്ന് പയ്യെ നടക്കാം. ചെളിയിൽ വീഴാതെ പയ്യെ പോര് കേട്ടോ. ഇതാണത് ചെറിയ തെങ്ങുണ്ട്. തേങ്ങയൊക്കെ ഉണ്ടായിപ്പുണ്ട്. തേങ്ങയും കരിക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ പാടത്തും പറമ്പിലൊക്കെ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കൊണ്ടുവന്നിടുന്നതൊക്കെ വളരെ മോശമാണ്. നിങ്ങൾ ഓടിക്കേറിയ നിങ്ങൾ കൊള്ളാലോ. ഹൈ ഞാൻ കണ്ടത്തിൽ വീണ രക്ഷിച്ചേക്കണേ. ഐ ഭഗവാൻ അടിപൊളി. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ചലിക്കുന്നത്. മൊബൈല് ഉണ്ട് എടുക്കാമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ 2 സെൽഫി എടുക്കണമെന്ന് പറയണം. ഹായ് അപ്പോൾ എടുത്ത് കളയാം. ഉണ്ടോ ഇതൊക്കെ വിത്ത് വിതച്ചിട്ടൊക്കെയാണ്. ഈ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ ഞാറ് പറിക്കുമല്ലേ? ഞാറ് പറിച്ചിട്ടാണ് പിന്നെ നടുന്നത് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. കാരണം എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത മനുഷ്യനാണ് ഈ ഞാൻ. ഒന്നും തോന്നരുത്. ഈ കാണുന്ന പാടങ്ങളൊക്കെ എനിക്ക് ഏകദേശം തോന്നുന്നു ഒരു 10-20 ഏക്കറിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവർ ഇവിടെ എല്ലാം നിലമൊക്കെ നന്നായിട്ട് ഉഴുതിട്ടാണ്, എല്ലാം ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഉഴുത് വിത്തൊക്കെ നന്നായിട്ട് വിതച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഞാറാണ് ആദ്യം വരുന്നതല്ല. അല്ല, വിത്ത് വിതച്ചിട്ടാണ് സംഭവം, എടുത്തിട്ടാണ് വീണ്ടും ഞാറായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വിത്ത് മുളച്ച് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇത് ആ കാണുന്നത് കണ്ട നെറ്റടിച്ചിട്ടിരിക്കുന്ന ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഏകദേശം. കണ്ട പാവക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഇത് പാവക്കയുടെ തൊട്ടപ്പുറത്ത് എന്താ നിൽക്കണം? ഒതളങ്ങയാണ്. ദൈവമേ, ഒതളങ്ങയും പാവക്കയും കൂടി ഒരുമിച്ചാ. ഒതളങ്ങ എന്നാൽ ചത്തുപോവില്ലേ? ഞങ്ങളിപ്പോൾ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആമ്പൽ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെത്തി. എന്താ ഇവിടെ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള കാഴ്ച, ഇതിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി. അതായത് ഒരു ചെറിയ റോഡ്, അതിൻ്റെ അപ്പുറത്തൊരു തോട്, പിന്നെ നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന അമ്പലമൊക്കെ ഉണ്ടോ, ഒരു ചെറിയൊരു കാവ് പോലത്തെ ഒരു കാവ്, ഏതാണ്ട് ഒരു കാവും അമ്പലവും കൂടി കൂടിയിരിക്കുന്ന ഒരു പ്രകൃതിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ സൂര്യകിരൺ. ഞങ്ങൾ മലരിക്കൽ പോയപ്പോൾ കണ്ടുമുട്ടിയിട്ട് ഞങ്ങളോട് പൂ വേണോ, ഞാൻ പൂ പറിച്ച് തരട്ടെ എന്ന് വളരെ വളരെ മനോഹരമായിട്ട് ഞങ്ങളോട് ചോദിച്ച ഒരാളാണ്. ഒത്തിരി പേര് ചോദിച്ചു, നിങ്ങൾ വൈകിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ വരാമായിരുന്നില്ലേ എന്നൊക്കെ അവിടുത്തെ ഗ്രാമവാസികൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ കാണുന്നത്
നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു അതിഥികളായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു ആതിഥ്യ മര്യാദയും എല്ലാം അവർ കാണിച്ചു. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ഒരു വീട്ടുകാർ എന്തിനാ ഇപ്പോൾ ഇരിക്കുമോ, കയറി ഇരിക്കൂ, അകത്ത് കയറി ഇരിക്കൂ, കൊറോണ കാലമാണ്, എന്നിട്ട് പോലും അവർ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വന്നിരിക്കൂ എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിച്ചത്. ഈ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഇവനിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മലരിക്കലിലെത്തി. പഞ്ചായത്ത് നല്ല മലരിക്കലിലെത്തി. മഴയും ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് സമയം ഏറെ വൈകി. അപ്പോൾ സമയം ഏകദേശം 1 മണിയായി. കാരണം ശരിക്കും പണി പാളി. ഇത് വരേണ്ടത് ശരിക്കും രാവിലെ 9 മണിക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ആമ്പൽ വസന്തങ്ങൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ ചെറിയ വഞ്ചി കയറി പോകുന്നുണ്ടെങ്കിൽ പോലും അത്ര നേരത്തെ എത്തുക. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് വൈകി. അത് കാരണം ആമ്പലൊക്കെ ചെറുതായിട്ട് വിരിഞ്ഞതൊക്കെ ശരിക്കും ചുരുങ്ങി. അപ്പോൾ ഒരു ചേട്ടടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി രാത്രി ഏകദേശം ഒരു 9:30 കഴിയും ഇതൊന്ന് വിരിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ എല്ലാവരും എത്തുമ്പോൾ അതിരാവിലെ എത്താൻ നോക്കുക, കാണുക, അമ്പല വസന്തം ആസ്വദിക്കുക. അടിപൊളിയാണ്, അടിപൊളി വിഷയം, ഒരു രക്ഷയും.